ഇന്നത്തെ ബയോളജിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ബയോളജിയുടെ രണ്ടാമത്തെ ചാപ്റ്ററായ ഫുഡ് ത്രൂ ഡൈജസ്റ്റീവ് ട്രാക്ട്, ആഹാരം അന്നപഥത്തിൽ എന്നുള്ള പാഠമാണ്. ഒന്നാമത്തെ അധ്യായത്തിൽ പ്ലാന്റ്സിന്റെ പ്രത്യേകതകളാണ് നാം പഠിച്ചത്. പ്ലാന്റ്സ് ക്യാൻ പ്രിപ്പയർ ഫുഡ് ദംസെൽവ്സ് ത്രൂ ഫോട്ടോസിന്തസിസ്. ചെടികൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ സ്വയം ആഹാരം നിർമ്മിക്കുന്നു. ഈ ആഹാരം വിവിധ ശരീരഭാഗങ്ങളിൽ സംഭരിക്കപ്പെടുന്നു, വിവിധ രൂപത്തിൽ സംഭരിക്കപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒരു കുട്ടി സയൻസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ചോദ്യപ്പെട്ടിയിൽ നിക്ഷേപിച്ച ഒരു സംശയമാണ് നാം ആദ്യമായി ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദിത്യൻ എന്ന് പറയുന്ന കുട്ടിയുടെ സംശയം എന്താണെന്ന് നോക്കാം. പ്ലാന്റ്സ് വിച്ച് പ്രിപ്പയർ ആൻഡ് യൂസ് ഫുഡ് ബൈ ദംസെൽവ്സ് ഡു നോട്ട് ഹാവ് എ ഡൈജസ്റ്റീവ് സിസ്റ്റം. Then why do we who receive food from plants have digestive system? സ്വയം ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങൾക്ക് ദഹന വ്യവസ്ഥയില്ല. എന്നാൽ അവയെ ആശ്രയിക്കുന്ന നമുക്കെന്താണ് ദഹന വ്യവസ്ഥ? മനുഷ്യനുൾപ്പെടെയുള്ള ജന്തുക്കൾക്ക് ദഹന വ്യവസ്ഥയുണ്ട്, എന്നാൽ സസ്യങ്ങൾക്ക് ദഹന വ്യവസ്ഥയില്ല. എന്തായിരിക്കാം? നിങ്ങൾക്ക് മറുപടി കൊടുക്കാമോ? അതെ, നിങ്ങൾ കരുതിയതും പറയാനിരിക്കുന്നതുമായ ഉത്തരം ശരിയാണ്. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ നിർമ്മിക്കുന്ന ആഹാരം വളരെ ലളിതമായ രൂപത്തിലുള്ളതാണ്. അതിന് പ്രത്യേക ദഹനം ആവശ്യമില്ല. അവ നേരിട്ടത് ഉപയോഗപ്പെടുത്തുന്നു. എന്നാൽ നമുക്ക് പോഷകഘടകങ്ങൾ ലഭിക്കുന്നത് നാം കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ്. ഇത് വൈവിധ്യമുള്ള ആഹാരമാണ് നാം കഴിക്കുന്നത്. ഈ ആഹാരത്തെ ലളിതമാക്കി മാറ്റിയാൽ മാത്രമേ പോഷകഘടകങ്ങൾ നമുക്ക് ശരീരത്തിന് ഉപയോഗിക്കാൻ സാധിക്കുന്നുള്ളൂ. 2 തരം ആഹാരമാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏത് ആഹാരമാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം? പല കുട്ടികളും ഇതിൽ രണ്ടാമതായി കൊടുത്തിരിക്കുന്ന ആഹാരം കഴിക്കുന്നതിനാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും പയറുവർഗ്ഗങ്ങളും ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്ന എത്ര പേരുണ്ട്? അവയുടെ പ്രാധാന്യം എന്താണ്? ഇനി നമുക്ക് നോക്കാം, ഈ കൊടുത്തതിൽ ഏതാണ് ശരീരത്തിന്റെ വളർച്ചയ്ക്കും ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ ആഹാരം? അത് എല്ലാവരും പറയും ഒന്നാമത്തതാണ്. എന്തുകൊണ്ടാണ്? അവയിൽ വൈവിധ്യങ്ങളുണ്ട്. അവയിൽ വ്യത്യസ്ത പോഷക ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നു. അപ്പോൾ പോഷക ഘടകങ്ങൾ അഥവാ ന്യൂട്രിയൻസ് എന്താണ്? ശരീരത്തിന്റെ വളർച്ചയ്ക്കും പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ ഘടകങ്ങൾ, നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന ഘടകങ്ങളാണ് പോഷകങ്ങൾ. ഇങ്ങനെ വ്യത്യസ്ത പോഷക ഘടകങ്ങളുണ്ട്. അവ പ്രധാനമായും 6 തരത്തിലാണ് ഉള്ളത്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 ധാന്യകങ്ങളാണ്. നോക്കൂ, ധാന്യങ്ങൾ ലഭിക്കുന്ന ഏതൊക്കെ ആഹാര പദാർത്ഥങ്ങളാണുള്ളത്? ധാന്യകങ്ങൾ അഥവാ കാർബോഹൈഡ്രേറ്റ്. ഏറെക്കുറെ എല്ലാ ആഹാര പദാർത്ഥത്തിലും ധാന്യകങ്ങൾ അടങ്ങിയിട്ടുണ്ടെങ്കിലും അവ മുഖ്യമായും പ്രദാനം ചെയ്യപ്പെടുന്നത് ധാന്യങ്ങളിൽ നിന്നും അതേപോലെ കിഴങ്ങ് വർഗങ്ങളിൽ നിന്നുമാണ്. അരി, ഗോതമ്പ്, അതുപോലെ
വിവിധതരം കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇവയിൽ നിന്നെല്ലാം തന്നെ ശരീരത്തിന് കാർബോഹൈഡ്രേറ്റ് ലഭിക്കുന്നു. അപ്പൊ എന്തിനാണ് ഈ കാർബോഹൈഡ്രേറ്റ് ശരീരം ഉപയോഗപ്പെടുത്തുന്നത്? ഇതിന്റെ ധർമ്മം ശരീരത്തിന് ഊർജം പ്രദാനം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ശരീര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നമുക്ക് ലഭിക്കുന്നത് ഭക്ഷണത്തിലൂടെ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ലഭിക്കുമ്പോഴാണ്. അപ്പോൾ സാധാരണഗതിയിൽ നാം ജോലികളൊക്കെ ചെയ്തു വരുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ കൃഷിയിടങ്ങളിൽ പണിയെടുക്കുന്ന ആളുകൾക്കൊക്കെ കിഴങ്ങ് ആണ് സാധാരണ കൊടുക്കാറ്. ഇതിന്റെ പ്രധാന കാരണം എന്താണ്? അവർക്ക് തുടർന്നുള്ള പ്രവർത്തനത്തിന് കൂടുതൽ ഊർജം ലഭിക്കേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഊർജം ഇവയിൽ നിന്ന് ശരീരത്തിന് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും എന്നതാണ്. ഇനി രണ്ടാമത്തെ പോഷക ഘടകം നമുക്ക് നോക്കാം. ഏതാണ്? പ്രോട്ടീൻ അഥവാ മാംസ്യം എന്ന് പറയും. മാംസ്യം ലഭിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ നാം കണ്ടില്ലേ? മത്സ്യങ്ങളിലും മുട്ട, പാൽ, മാംസം എന്നിവയിലൊക്കെ ധാരാളം മാംസ്യം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ പയറുവർഗ്ഗങ്ങളിലും മാംസ്യം ധാരാളം നമുക്ക് ലഭിക്കുന്നു. ഏത് പ്രവർത്തനങ്ങൾക്കാണ് ശരീരം ഈ മാംസ്യം ഉപയോഗിക്കുന്നത്? ശരീരത്തിന്റെ വളർച്ചയ്ക്ക്, ബോഡി ഗ്രോത്ത്. ഇപ്പൊ വളർച്ചാ പ്രായത്തിൽ, കൗമാരപ്രായത്തിൽ ശരീരത്തിന് നന്നായി ലഭിക്കേണ്ട ഒരു ന്യൂട്രിയന്റ് ആണ് പ്രോട്ടീൻ. അപ്പോൾ കൗമാരപ്രായക്കാരായ നിങ്ങൾ ധാരാളം പയർവർഗ്ഗങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഇനി മറ്റൊരു പോഷകഘടകമായ ഫാറ്റ് അഥവാ കൊഴുപ്പ് കാണാം. കൊഴുപ്പ് ലഭിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ, എണ്ണ അടങ്ങിയിട്ടുള്ളതാണ് കൊഴുപ്പ്. വിവിധ തരം എണ്ണകളിൽ നിന്നും മാംസങ്ങളിൽ നിന്നും ഒക്കെ കൊഴുപ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റ് ധാന്യങ്ങളെ പോലെ തന്നെ ഇവയും ശരീരത്തിന് ഊർജം പ്രദാനം ചെയ്യുന്നവയാണ്. ഫാറ്റ് ഹെൽപ്പ് ഫോർ എനർജി പ്രൊഡക്ഷൻ. ഇനി മറ്റൊരു പോഷക ഘടകമാണ് ധാതു ലവണങ്ങൾ. ധാതു ലവണങ്ങൾ ലഭിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? മിനറൽസ് ആൻഡ് സാൾട്ട്. ഇവ പച്ചക്കറികളിലും പഴവർഗ്ഗങ്ങളിലും ധാരാളം അടങ്ങിയിട്ടുണ്ട്. പൊട്ടാസ്യം, സോഡിയം, അതുപോലെ കാൽസ്യം, അയേൺ, ഇതെല്ലാം തന്നെ ഈ പോഷകഘടകത്തിൽ ഉൾപ്പെടുന്നു. ശരീരത്തിന് വലിയൊരു അളവിലൊന്നും ഈ പോഷകഘടകം ആവശ്യമില്ല. വളരെ കുറച്ച് അളവിൽ ലഭ്യമാകേണ്ട ഒരു പോഷകഘടകമാണ് ധാതു ലവണങ്ങൾ. ഇവ ശരീരം പ്രയോജനപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണ്? വിവിധ ശരീര പ്രവർത്തനങ്ങൾക്ക്, അവയുടെ ധർമ്മം, ഫങ്ഷൻ ഓഫ് മിനറൽസ് ആൻഡ് സാൾട്ട് ഫോർ വേരിയസ് ലൈഫ് ആക്ടിവിറ്റീസ്. വിവിധ ശരീര പ്രവർത്തനങ്ങൾക്ക് അവ ഉപയോഗിക്കപ്പെടുന്നു. അതുപോലെ നിങ്ങൾക്കെല്ലാം അറിയാം, ജീവകങ്ങൾ, വൈറ്റമിൻസ്. നമുക്ക് ഏതൊക്കെ ഭക്ഷണ സാധനങ്ങളിൽ നിന്നാണ് വൈറ്റമിൻസ് ലഭിക്കുന്നത്? ഏതൊക്കെ വൈറ്റമിൻസ് ആണ് നിങ്ങൾക്കറിയാവുന്നത്? വിറ്റാമിൻ എ ഉണ്ട്, ബി കോംപ്ലക്സ്, സി, ഡി, ഇ, കെ തുടങ്ങി ധാരാളം ജീവകങ്ങൾ ശരീരത്തിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി ആവശ്യമുണ്ട്. അപ്പോൾ ഓരോ അവയവങ്ങൾക്കും ശരിയായി പ്രവർത്തിക്കുന്നതിന് വിവിധതരം
വൈറ്റമിൻസ് ശരീരം ഉപയോഗപ്പെടുത്തുന്നു. വൈറ്റമിൻസ് പഴവർഗ്ഗങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നുമാണ് നമുക്ക് ധാരാളമായിട്ട് ലഭിക്കുന്നത്. ഇവയും വലിയ അളവിലൊന്നും ആവശ്യമില്ല, എങ്കിലും ചുരുങ്ങിയ അളവിൽ ആവശ്യമുള്ള ഈ ജീവകങ്ങൾ വൈറ്റമിൻസ് ശരീരത്തിന് ലഭ്യമായിട്ടില്ലെങ്കിൽ ശരീര വളർച്ചയിലൊക്കെ വൈകല്യങ്ങളും രോഗപ്രതിരോധ ശേഷിയൊക്കെ നമുക്ക് കുറയുന്നു. അപ്പോൾ ഇവയുടെ ഫംഗ്ഷൻ, പ്രവർത്തനം എന്താണ്? ഇവ മിക്ക ജീവൽ പ്രവർത്തനങ്ങൾക്കും ആവശ്യമാണ്. ഇറ്റ് ഹെൽപ്പ് ഫോർ ഓൾ ലൈഫ് ആക്ടിവിറ്റീസ്, എസ്പെഷ്യലി റെസിസ്റ്റൻസ്, രോഗ പ്രതിരോധ ശേഷിക്ക് അത്യാവശ്യമാണ് വൈറ്റമിൻസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വിറ്റാമിൻ എയുടെയൊക്കെ പ്രാധാന്യം നമ്മുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിന്. അതേപോലെ രക്തക്കുഴലുകളുടെയൊക്കെ ശരിയായ പ്രവർത്തനത്തിന് വൈറ്റമിൻ എ ആവശ്യമുണ്ട്. ഇവ നമുക്ക് മുരിങ്ങയിലയിൽ നിന്നും ചീരയിലയിൽ നിന്നും ഒക്കെ ധാരാളമായി, ക്യാരറ്റ് വർഗ്ഗങ്ങളിൽ നിന്നൊക്കെ വൈറ്റമിൻ എ ധാരാളമായി ലഭിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. വിറ്റാമിൻ ഡിയുടെ പ്രാധാന്യം, നമ്മുടെ ത്വക്കിന്റെ ശരിയായ വളർച്ചക്ക് വിറ്റാമിൻ ഡി അത്യാവശ്യമായിട്ടുണ്ട്. അപ്പൊ വിവിധതരം ജീവകങ്ങൾ ശരീരത്തിന്റെ ശരിയായ പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യമാണ്. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ്, പോഷകഘടകമാണ് ജലം, വാട്ടർ. എന്താണ് ജലത്തിന്റെ പ്രാധാന്യം? ധാരാളം ജലം നമുക്ക് ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ടതായിട്ടുണ്ട്. പഴവർഗ്ഗങ്ങളിൽ നിന്ന് ജലം നമുക്ക് ലഭിക്കുന്നുണ്ട്, നാം ശുദ്ധജലം കുടിക്കുന്നുണ്ട്, അല്ലാതെയുള്ള ഭക്ഷണ വസ്തുക്കളിൽ നിന്ന് നമുക്ക് ജലം ലഭിക്കുന്നു. ജലം ശരീരത്തിന് എങ്ങനെയാണ് പ്രയോജനപ്രദമാകുന്നത്? വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ഓൾ ലൈഫ് ആക്ടിവിറ്റീസ്. പോഷകഘടകങ്ങളിൽ തന്നെ ഏറ്റവും പ്രധാനമാണ് ജലം എന്ന് പറയാം. എല്ലാ ശരീര പ്രവർത്തനങ്ങൾക്കും, കോശങ്ങളിലേക്ക് പോഷകവസ്തുക്കൾ പ്രവേശിക്കുന്നതിനും കോശങ്ങളുടെ ശരിയായ പ്രവർത്തനങ്ങൾക്കും ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുമ്പോഴുണ്ടാകുന്ന മാലിന്യങ്ങൾ കോശങ്ങളിൽ നിന്ന് പുറന്തള്ളുന്നതിനും ശരീരത്തിൽ നിന്ന് വിസർജ്യങ്ങൾ നീക്കം ചെയ്യപ്പെടുന്നതിനും എല്ലാം ജലം കൂടിയേ തീരൂ. അപ്പോൾ ഇത്തരം പോഷകഘടകങ്ങൾ ശരീരത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിനും വളർച്ചയ്ക്കും ആവശ്യമുണ്ട്. അപ്പോൾ നാം വൈവിധ്യമുള്ള ആഹാര പദാർത്ഥങ്ങൾ നാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഒന്നാമത്തെ ഭക്ഷണത്തിന്റെ, നേരത്തെ നാം പറഞ്ഞ ഒന്നാമത്തെ ആഹാരത്തിന്റെ പ്രാധാന്യം മനസ്സിലായിരിക്കുമെന്ന് കരുതുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരം രണ്ടാമത്തേതാണെങ്കിലും ഒന്നാമത്തെ കഴിക്കേണ്ടതിന്റെ പ്രാധാന്യം എല്ലാവരും തിരിച്ചറിഞ്ഞു കാണും. രണ്ടാമത്തെ നാം കൊടുത്തിരുന്നത് ലൈസും അതേപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്കും ഒക്കെയാണ്. ഇതിൽ നിന്ന് ശരീരത്തിന് ഉപകാരപ്രദമായ ഒന്നും തന്നെ കാര്യമായി ലഭിക്കുന്നില്ല. എണ്ണയും അതുപോലെ തന്നെ കൃത്രിമ നിറങ്ങളും രാസവസ്തുക്കളൊക്കെ അടങ്ങിയിരിക്കുന്ന ആഹാരം ശരീര പ്രവർത്തനത്തിന് ദോഷകരമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഇനിയൊരു പ്രവർത്തനമാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന പട്ടിക നോക്കുക. പോഷക ഘടകങ്ങളും അവയുടെ ധർമ്മവുമാണ് നമുക്ക് പൂർത്തീകരിക്കാനുള്ളത്. ന്യൂട്രിയൻസ് ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ്. ഈ പട്ടിക പൂർത്തീകരിച്ച് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതുക. നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളെല്ലാം ശരീരം അതേപടി ആഗിരണം ചെയ്യപ്പെടുന്നില്ല. ഇതിനെ പോഷക രൂപത്തിലേക്ക് മാറ്റിയാണ് ശരീരം ആഗിരണം ചെയ്യപ്പെടുന്നത്. എങ്ങനെയാണ് ആഹാരം പോഷക രൂപത്തിലേക്ക് മാറ്റപ്പെടുന്നത്? ശരീരത്തിൽ നടക്കുന്ന ഏത് പ്രവർത്തനമാണ് ഇതിനെ സഹായിക്കുന്നത്? ദഹനം അഥവാ ഡൈജഷൻ. സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങളെ ലഘുവായ തന്മാത്രകളാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് ദഹനം. ഡൈജഷൻ
ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് കോംപ്ലക്സ് ഫുഡ് പാർട്ടിക്കിൾ ഇൻ ടു സിമ്പിൾ. ദഹനം നടത്തുന്നതിന് വേണ്ടി ശരീരത്തിൽ ഒരു വ്യവസ്ഥ തന്നെ ഉണ്ട്. അപ്പൊ ഇതിനെയാണ് നാം എന്ത് പറയുന്നത്? ദഹനേന്ദ്രിയ വ്യവസ്ഥ അഥവാ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇനി നമുക്ക് മനുഷ്യന്റെ ദഹന വ്യവസ്ഥ, അതിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ചിത്രം നോക്കൂ. ദഹന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് അവയുടെ പേരുകൾ നോട്ട് പുസ്തകത്തിൽ കുറിക്കൂ. വായിൽ തുടങ്ങി മലദ്വാരം അഥവാ അനസിൽ അവസാനിക്കുന്ന ഏകദേശം 9 മീറ്റർ നീളത്തിൽ ആഹാരം കടന്നു പോകാൻ പാകത്തിൽ കുഴൽ രൂപത്തിലുള്ള അവയവങ്ങൾ ചേർന്നതാണ് അന്നപദം. ഇതിനോട് ചേർന്ന് ഉമിനീർ ഗ്രന്ഥി അഥവാ സലൈവറി ഗ്ലാൻഡ്, കരൾ അഥവാ ലിവർ, ആഗ്നേയഗ്രന്ഥി അഥവാ പാൻക്രിയാസ് എന്നിവയും കാണപ്പെടുന്നു. ഇനി നിങ്ങൾ തിരിച്ചറിഞ്ഞ് അടയാളപ്പെടുത്തിയ ഭാഗങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കൂ. ഇവ ക്രമമായി ചേർത്ത് ഒരു ഫ്ലോ ചാർട്ട് തയ്യാറാക്കി നോട്ട് പുസ്തകത്തിൽ എഴുതുകയും ചെയ്യണം. അതോടൊപ്പം ദഹന വ്യവസ്ഥയുടെ ചിത്രം ഒരു ചാർട്ട് പേപ്പറിൽ വരച്ച് നിറങ്ങൾ നൽകി ഭാഗങ്ങൾ അടയാളപ്പെടുത്തി നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുക. ദഹന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞില്ലേ? ഇനി നമുക്ക് ഈ ഭാഗങ്ങൾ ഓരോന്നായി നോക്കാം. ആദ്യമായി വായ, മൗത്ത്. നാം ആഹാരം സ്വീകരിക്കുന്നത് വായിലൂടെയാണ്. ഇവിടെ ദഹനത്തിന്റെ ആദ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നു. വായയിൽ ഈ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കാൻ ഏതൊക്കെ ഭാഗങ്ങളാണുള്ളത്? ഉമിനീർ, അതേപോലെ നാവ്, പല്ലുകൾ, ഇതെല്ലാം തന്നെ വായു ദഹനത്തിന് സഹായിക്കാനായിട്ട് ഉണ്ട്. വായിൽ നിന്നും ആഹാരം പോകുന്നത് ഏത് ഭാഗത്തിലൂടെയാണ്? അന്നനാളം എന്ന് പറയും. ഈസോഫാഗസ് നീണ്ട ഒരു കുഴലാണ്. ഏകദേശം 25 സെന്റിമീറ്റർ നീളമുള്ള കുഴലാണ് അന്നനാളം അഥവാ ഈസോഫാഗസ്. വായിൽ നിന്നും ആഹാരത്തെ ആമാശയത്തിലേക്ക് എത്തിക്കുന്നത് അന്നനാളത്തിലൂടെയാണ്. അന്നനാളത്തിന്റെ ഒരു പ്രത്യേക രൂപത്തിലുള്ള ചലനമാണ് ഭക്ഷണത്തെ എളുപ്പത്തിൽ ആമാശയത്തിലേക്ക് എത്തിക്കുന്നത്. ഇനി ആമാശയത്തെ നമുക്ക് നോക്കാം. ഭക്ഷണം ഏറെ നേരം ദഹനവിധേയമാകുന്നത് ആമാശയത്തിൽ വെച്ചാണ്. ആമാശയം ഒരു വികസിച്ച അറയാണ്. 2-3 മണിക്കൂർ ആഹാരം ഇവിടെ ദഹനവിധേയമാവുന്നുണ്ട്. വിവിധ തരത്തിലുള്ള രാസാഗ്നികളുമായി ആഹാരം ആമാശയത്തിൽ വെച്ച് കൂടിക്കലരുന്നു. രാസമാറ്റത്തിന് വിധേയമാവുകയും ഭക്ഷണത്തിന് ലഘുവായ രൂപത്തിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ആമാശയത്തിൽ അഥവാ സ്റ്റൊമക്കിൽ നിന്നും ആഹാരം പിന്നീട് പോകുന്നത് എങ്ങോട്ടേക്കാണ്? നമുക്കറിയാം, ചെറുകുടലിലേക്കാണ്. നീളമുള്ള കുഴലാണ് ചെറുകുടൽ. 5 മുതൽ 6 വരെ മീറ്റർ നീളത്തിൽ ചെറുകുടൽ കാണപ്പെടുന്നുണ്ട്. ഇതിലൂടെ ആഹാരം കടന്നു പോകുമ്പോഴും ആഹാരം ദഹനത്തിന് വിധേയമാകുന്നുണ്ട്. ദഹനം ഏറെക്കുറെ പൂർത്തിയാകുന്നത് ഇവിടെ വെച്ചാണ്.
പോഷക രൂപത്തിലേക്ക് ആഹാരം മാറ്റപ്പെടുന്നത് ചെറുകുടലിൽ അഥവാ സ്മോൾ ഇൻറ്റസ്റ്റൈൻ അകത്ത് വെച്ചാണ്. ചെറുകുടലിൻ്റെ ഒരു പ്രത്യേകത ആഹാരം ദഹന വിധേയമാവുന്നതിന് പുറമേ അവിടെ മറ്റൊരു പ്രവർത്തനം കൂടെ നടക്കുന്നു എന്നുള്ളതാണ്. ദഹിച്ച ആഹാരത്തെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നതും പോഷക ഘടകങ്ങളെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നതും സ്മോൾ ഇൻറ്റസ്റ്റൈൻ ചെറുകുടലിന് അകത്ത് വെച്ചാണ്. ചെറുകുടലിൽ നിന്നും പിന്നീട് എങ്ങോട്ടാണ് പോകുന്നത്? ആഗിരണം ചെയ്യപ്പെട്ടതിന് ശേഷമുള്ള ആഹാരവും ജലവും കൂടുതൽ ജലത്തോടൊപ്പം അത് പിന്നീട് വൻകുടലിലേക്കാണ് പോകുന്നത്. വൻകുടൽ ഒരു വലിയ കുടലാണ്. നീളം ചെറുകുടലിന്റെ അത്ര ഇല്ലെന്ന് മാത്രം. 1.5 മീറ്റർ വരെയാണ് ഇവയുടെ നീളമുള്ളത്. ഇതിനകത്ത് വെച്ച് മുഖ്യമായും ജലത്തിന്റെ ആഗിരണമാണ്. ശേഷം ദഹിക്കാതെയുള്ള പദാർത്ഥങ്ങൾ വൻകുടലിൽ നിന്നും എത്തപ്പെടുന്നത്, സംഭരിക്കപ്പെടുന്നത് മലാശയത്തിൽ റെക്ടം എന്ന് പറയുന്ന ഭാഗത്തേക്കാണ്. പിന്നീട് മലാശയത്തിൽ നിന്നും മലദ്വാരം അനസ് വഴി വിസർജനം നടക്കുന്നു. ഇത്രയുമാണ് ദഹന വ്യവസ്ഥയുടെ ഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇന്ന് നാം പ്രധാനമായും പഠിച്ചിരിക്കുന്നത് 2 കാര്യങ്ങളാണ്: പോഷകഘടകങ്ങളും അവയുടെ ശരീരത്തിലുള്ള പ്രവർത്തനവും, ന്യൂട്രിയൻസ് ആൻഡ് ഫങ്ഷൻസ്. മറ്റൊന്ന് നമ്മുടെ ദഹന വ്യവസ്ഥയെക്കുറിച്ചാണ്, ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം പാർട്സ്. അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ നാം ദഹന വ്യവസ്ഥയുടെ ഓരോ ഭാഗങ്ങളെക്കുറിച്ചും ആ ഓരോ ഭാഗത്ത് വെച്ച് നടക്കുന്ന ദഹന പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദമായി മനസ്സിലാക്കും. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു.